സാറേ, കോൺഗ്രസ് എന്തായാലും 2026 അധികാരത്തിൽ വരാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ പുനഃസംഘടന വരാൻ പോവുകയാണ്. അങ്ങനെ പുനഃസംഘടന വന്നാൽ സുധാകരൻ ഔട്ടാവും, കൊടിക്കുന്നിൽ സുരേഷ് ഇന്നാകും. അപ്പോൾ എന്തായാലും അവർക്ക് ഈ കരുത്ത് വെച്ച് തിരിച്ചു വരാൻ കഴിയുമോ അധികാരത്തിലേക്ക്? പുനഃസംഘടന കഴിയുമ്പോഴത്തേക്കും ഒരു പരുവത്തിൽ എത്തിക്കും അവന്മാർ. കാരണം ഈ കോൺഗ്രസിനെ പറ്റി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് അതേ പറയാനുള്ളൂ. ഈ പിന്നെ ഇത് ആലിൻപഴം പഴുത്തു വരുമ്പോഴേ കാക്കയ്ക്ക് വായ്പുണ്ണെന്ന് പറഞ്ഞതുപോലെയാണ് ഇവന്മാരുടെ കാര്യം. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇവന്മാരുടെ തമ്മിൽ പോര് തുടങ്ങുകയും ചെയ്യും. അതിനിപ്പം മൂർച്ഛിക്കും. കാരണം അധികാരത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഇപ്പൊ 2021 നിയമസഭാ പരാജയത്തിനെ തുടർന്നാണ് KPCC അധ്യക്ഷ പദവിയിൽ മാറ്റം വന്നത്. മുല്ലപ്പള്ളിക്ക് ശേഷം നമ്മുടെ K സുധാകരൻ വരുന്നു. അതിനു മുമ്പേ മുറവിളി ഉണ്ടായിരുന്നു, K സുധാകരനായിരിക്കുമോ മുരളീധരനായിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഇത് കോൺഗ്രസിനകത്തെ ആര് വന്നാലും വേറൊരു കുറച്ച് വിഭാഗമുണ്ട് ഇതിനെ പോരടിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഒക്കെയായിട്ട്. അതുകൊണ്ട് ആരും നേരെ ചൊവ്വേ മുമ്പോട്ട് കൊണ്ടുപോയിക്കത്തില്ല. സുധാകരൻ വന്നപ്പോൾ സെമി കേഡർ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം എത്തിയത്. പക്ഷേ മാറിയോ? സുധാകരൻ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. കോൺഗ്രസിനകത്ത് അതൊന്നും ഒരു കാര്യവും സ്വപ്നം കണ്ടിട്ട് കാര്യമൊന്നും. കാരണം ഈ കുറച്ച് പെട്ടിയെടുപ്പുകാരന്മാരും ഇവരെല്ലാവരും കൂടെ ആയിരിക്കും പിന്നെ അങ്ങ് ഭരണം നടത്തുന്നത്. ഇത് വേറൊരു തരത്തിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സുധാകരൻ വന്നപ്പോൾ പറഞ്ഞത് ഒരു സെമി കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റും എന്നുള്ള രീതിയിലാണ്. അടിച്ചാൽ തിരിച്ചടിക്കും. അത് സുധാകരൻ അങ്ങനെ ഉണ്ടല്ലോ. കണ്ണൂരിൽ CPM-കാരുടെ എന്താടാന്ന് ചോദിച്ചാൽ താൻ ആരാടാ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റമുള്ള ആളാണ് സുധാകരൻ. ഇപ്പോഴും പിണറായി വിജയൻ സുധാകരനും കണ്ടാൽ മുഖത്ത് നോക്കത്തില്ലല്ലോ. രണ്ടുപേരും രണ്ട് വഴികളിലൂടെ പോകുന്നതാണ്. ഒരു ഫംഗ്ഷന് സുധാകരൻ പിണറായി അവിടെ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിണറായി വന്നു പോയിട്ട് സുധാകരൻ അവിടെ വരികയുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത്രയും ഒരു വൈരികളായിട്ട് അങ്ങനെ നിൽക്കുന്നവരാണ് ഈ സുധാകരനും പിണറായി. ഈ സുധാകരൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് സുധാകരന് പല ആശയങ്ങളും ഒക്കെ ഉണ്ട്, നടപ്പിലാക്കണമെന്നുണ്ട്, എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരന്മാരുടെ തമ്മിലടിയും ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയും. ഈ കലഹം ഒരിക്കലും അവസാനിക്കത്തില്ല. ഇതാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. ഇവന്മാരെല്ലാം മസിലും പെരുപ്പിച്ച് ഇറങ്ങും. കതറും അലക്കി തേച്ച കതറും ഒക്കെ ഇട്ട് ഇല്ല അമൂൽ ബേബികളെ പോലെ ഇങ്ങനെ ഇറങ്ങും കുറെ എണ്ണം. പെട്ടിയെടുപ്പുകാരന്മാർ ഒരു വഴിക്കൂടെ. ഇപ്പൊ KPCC പ്രസിഡന്റിന്റെ അടുക്കലൊക്കെ കയറാൻ വേണ്ടിയിട്ട് കുറെ പേരല്ലേ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നത്. സുധാകരൻ എന്ന് കയറിയോ അന്ന് മുതൽ സുധാകരനെ പുറത്താക്കാൻ വേണ്ടി പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ 2021 മുതൽ, അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിനെതിരെ സമരം ചെയ്യാനോ തെരുവിലിറങ്ങാനോ ഈ ഓച്ചന്മാരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇവന്മാര് അവരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുടെ കാല് പിടിച്ച് തറയിലിടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രശ്നങ്ങള് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിണറായിയെ മുൾമുനയിൽ നിർത്താവുന്ന രീതിയിൽ ഇവര് തെരുവിലിറങ്ങിയോ? തെരുവിലിറങ്ങിയിട്ടില്ല. ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതായിപ്പോയി. രമേശ് ചെന്നിത്തല മാറി, VD സതീശൻ വന്നു. VD സതീശൻ വന്നപ്പോൾ എന്താ പറ്റിയത്? നമ്മൾ വിചാരിച്ചു സതീശൻ ഇപ്പൊ എടുത്ത് പിണറായിയെ എടുത്ത് അലക്കുമെന്ന് വിചാരിച്ചു. എവിടെ അലക്കാന്? ഈ നിയമസഭയിൽ കിടന്നുള്ള കൊര മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങി ഒരു കാര്യം. അതിനുശേഷം എന്തെല്ലാം സംഭവവികാസങ്ങളെ നോക്കിക്കേ. പിണറായി വിജയനും കുടുംബത്തിന്റെയും അഴിമതി വരുന്നു. അതിനോടൊപ്പം തന്നെ വിലക്കയറ്റം എത്ര തവണ സപ്ലൈകോയില് സാധനങ്ങൾ ഇല്ലാതെ വരുന്നു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു. ഇതിനെതിരെ വാ തുറന്നൊരക്ഷരം മിണ്ടാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താണ് കോൺഗ്രസ്സുകാരന്മാരുടെ അടുത്ത നീക്കം എന്താണ്? സുധാകരനെ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് വരാൻ. ആരെയാണ് ഇപ്പൊ പറയുന്നത് ചർച്ചയിൽ സജീവമായിട്ട്? കൊടിക്കുന്നിൽ സുരേഷ്. ഈ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര MP-യാണ്. എത്രാമത്തെ തവണ? 9ാമത്തെ തവണയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. 9ാമത്തെ തവണ. 45 വർഷമാകും
ഈ മണ്ഡലത്തിൽ ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ല കേട്ടോ എന്നാണ് കൃത്യമായി അറിയാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ജയിക്കുമെന്ന് കരുതിയതാണ് LDFന്റെ സ്ഥാനാർത്ഥി, ഒരു യുവ സ്ഥാനാർത്ഥി. 4 ഇടമാണല്ലോ CPIക്ക് കൊടുത്തിട്ടുള്ളത്: തിരുവനന്തപുരം, മാവേലിക്കര, വയനാട്, തൃശ്ശൂർ. ഇതിൽ 3 എണ്ണവും സ്റ്റാർ മണ്ഡലമാണ്. തിരുവനന്തപുരം ശക്തമായ ത്രികോണ മത്സരം, വയനാട് രാഹുൽ ഗാന്ധി ഇറങ്ങിയത് കൊണ്ട് അവിടെ സ്റ്റാർ മണ്ഡലം, തൃശ്ശൂര് സുരേഷ് ഗോപി BJPയുമായിട്ടുള്ള കടുത്ത മത്സരം, അതുകൊണ്ട് 3 സ്റ്റാർ മണ്ഡലം. ഈ CPIയുടെ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ CPMകാർ പ്രവർത്തിച്ചിട്ടില്ല. ഇവരൊക്കെ എന്ത് ചെയ്യുന്നറിയാം? ആ മണ്ഡലത്തിലുള്ള CPMകാരെ അതിനടുത്തുള്ള CPM സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനായിട്ട് പോകും. ഇവിടെ പന്നിയന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ആരും ഇല്ലായിരുന്നല്ലോ. ഇവരെല്ലാം CPMകാരെല്ലാം ആറ്റിങ്ങലും മറ്റുമൊക്കെ ആയിട്ട് പോയി. അതുപോലെ തന്നെ തൃശ്ശൂരുള്ളവരുമില്ല. തൃശ്ശൂരുള്ളവർ ആലത്തൂര് രാധാകൃഷ്ണന് വേണ്ടി വർക്ക് ചെയ്യാൻ പോയി. പിന്നെ വയനാട് പിന്നെ എഴുതി തള്ളിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ CPIക്ക് എപ്പോഴും അങ്ങനെ ഇത് പറ്റിയിട്ടുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? ഈ പിന്നെ മാവേലിക്കരയിൽ നിന്ന് CPIയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയി. അല്ലാതെ കൊടിക്കുന്നിൽ സുരേഷിനോട് പിന്നെ ഈ മാവേലിക്കരക്കാർക്ക് പ്രീതി ഉണ്ടായിട്ടൊന്നുമല്ല. ഈ സിറ്റി മണിയനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് സിറ്റി മണി എന്നുള്ളത് പേരിന് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തണ്ട. അതിലേക്ക് പോയാല് ചിലപ്പോൾ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അത് നമ്മൾ ചിലപ്പോൾ വ്യക്തിഹത്യ നടത്തിയെന്ന് വരും. അതൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള ഒരു പേരാണ്. ഇപ്പോഴും ആ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇനി അതുകൊണ്ട് നമ്മൾ ഇനി അദ്ദേഹത്തെ ഇങ്ങനെ പേര് പറഞ്ഞ് മാറ്റിയിട്ട് സിറ്റി മണിയൻ ആക്കണ്ട. സിറ്റി മണിയൻ എന്നുള്ള ഒരു തൂലികാനാമോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ഇദ്ദേഹം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കോൺഗ്രസ് മിക്കവാറും പൂട്ടി കിട്ടും. ഇന്ദിരാഭവൻ അത് പൂട്ടി താഴിടും. അല്ല, ഇദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കുന്ന വലിയ വ്യക്തിയാണ്. പക്ഷെ കേരളത്തിൽ ഈ രാഹുൽ ഗാന്ധി എത്ര സമയം ലോക്സഭയിൽ ഇരുന്നിട്ടുണ്ട്? നമ്മുടെ KC വേണുഗോപാൽ അതോടൊപ്പം തന്നെ കൊടുക്കുന്നില്ലാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നത്. അല്ല, ഈ പാർലമെന്റിൽ ഇരുന്നുറങ്ങിയിട്ടുള്ളതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും കൊടുക്കുന്നില്ലുണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കണ്ടേ? രാഹുൽ അത്ര ഇരുന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ രാഹുലിന്റെ അടുക്കൽ വലിയൊരു പ്രീതിയൊക്കെ നേടിയിരിക്കുന്നവരാണ്. രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും മാറിയിരുന്ന് ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടിക്കുന്നിലെ അന്ന് പ്രോട്ടൈം സ്പീക്കർ ആക്കിയിട്ടില്ല എന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണല്ലോ അവര് കോൺഗ്രസ്സുകാരെല്ലാരും കൂടെ. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു എന്തിനാ ഇയാൾക്ക് MP സ്ഥാനത്തിരിക്കുകയല്ലേ? അങ്ങനെ MP സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇരട്ട പദവി വേണ്ട എന്ന് കോൺഗ്രസ് വളരെ കാലം മുതൽ പറയുന്നുണ്ട്. വേറൊരാൾക്ക് കൊടുക്കൂ KPCC പ്രസിഡന്റ് സ്ഥാനം. സുധാകരന് എന്തിനാ കൊടുക്കുന്നത്? സുധാകരൻ നേരത്തെ അല്ല, ഇപ്പോഴും MP അല്ലേ സുധാകരൻ? എന്തിനു വേണ്ടിയിട്ട് ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒടുവിൽ നിർത്തിയതാണ്. എന്തിനാണ് ഇരട്ട പദവി? ഈ ഇരട്ട പദവി എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാം കൂടി ഏറ്റെടുക്കുകയും ചെയ്യും. അല്ലാതെ തന്നെ കോൺഗ്രസിനകത്ത് വേഷം കെട്ടി ഇങ്ങനെ നിൽക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? അതിലൊരാളെ ഏൽപ്പിക്കൂ. ഈ കൊടിക്കുന്നിൽ സുരേഷ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇന്ദിരാഭവന് താഴിടും. അവിടെ ഒരു ബോർഡ് കാണാൻ ചിലപ്പോൾ ഇനി വിൽപ്പനയ്ക്ക്, ഇന്ദിരാഭവൻ വിൽപ്പനയ്ക്ക് എന്ന് പറയും. ആ സ്ഥിതിയിലെത്തും. 2026 യവന്മാര് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കേണ്ടി വരും. ഭരണവും കിട്ടത്തില്ല, ഒന്നുമില്ലാതെ. ഇപ്പൊ ഒരു അനുകൂല സാഹചര്യമുണ്ട്. ഡൽഹി തന്ത്രങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി. ഡൽഹി തന്ത്രങ്ങൾ എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ. ഈ നമ്മുടെ ശശി തരൂരിന്, അത് മറ്റൊരു എടുപ്പുകുതിരിയാണ്. ശശി തരൂരിന് പിന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരും. ചെയ്യത്തില്ലവന്മാര്. എങ്ങനെ തരൂരിനെ തോപ്പിക്കണമെന്നും പറഞ്ഞ് നടന്നവന്മാരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തിരുവനന്തപുരത്തുള്ളവർ തന്നെ. തരൂര് ശരിക്കും പറഞ്ഞ ഇനിയിപ്പൊ KPCC പ്രസിഡന്റ് അല്ല, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതാണ്. ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശരിക്കും ദേശീയ തലത്തില് പിന്നെ തരൂരിനെ കൊണ്ടുവരണമായിരുന്നു. ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനല്ലേ, കുശിനിക്കാരനാണ്. അവർ പറയുന്നതനുസരിച്ച് മാത്രം നിൽക്കുന്ന തുള്ളുന്ന ഒരുത്തനാണ്. അവർക്കൊരു ബൊമ്മയെ വേണം. ആ ബൊമ്മയാണ് ഖാർഗെ. ഇവര് പിന്നെ തരൂരിനെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നെങ്കിലുണ്ടല്ലോ, ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടിയതിനേക്കാൾ കൂടുതൽ, കുറഞ്ഞതൊരു 150 സീറ്റെങ്കിലും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു.
എങ്കിൽ 2029 ഇവർക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു. അല്ല, ഒരു 50 സീറ്റും കൂടെ കോൺഗ്രസിന് വർദ്ധിച്ചാൽ BJPക്ക് അധികാരത്തിൽ ലഭിക്കില്ലല്ലോ. അതെ, പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ തരൂരിന് കഴിയുമായിരുന്നു. അങ്ങനെ മത്സരിച്ച ഒരാൾ ഇനി അല്ലെങ്കിൽ ഇവിടുത്തെ തരൂര് ഇടയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നോട്ടമിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ യുവന്മാർക്കെല്ലാം ഹാലിളകി. യുവന്മാരുടെ പ്രസ്ഥാനത്തെ നന്നാക്കാൻ നോക്കത്തില്ല. അവന്മാരുടെ പോക്കറ്റ് വീർപ്പിക്കാനും അവർക്ക് വലുതാകാനും മാത്രമാണ് നോക്കുന്നത്. ഇനി ഈ കൊടിക്കുന്നിൽ വരട്ടെ, കൊടിക്കുന്നിൽ വന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ വെള്ളയമ്പലത്ത് കാണുന്ന ഇന്ദിരാഭവൻ വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡ് കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.